കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനി മദർ എലീഷ്വ ഇനി വാഴ്ത്തപ്പെട്ടവൾ. എറണാകുളം വല്ലാർപാടം ബസലിക്കയിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പ്രഖ്യാപനം നടത്തി. മദർ എലീഷ്വയുടെ തിരുസ്വരൂപം ചടങ്ങിൽ അനാവരണം ചെയ്തു. സഭാ പ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. സഭയുടെ വളർച്ചയിലും സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി സാമൂഹിക രംഗത്തും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് മദർ എലീഷ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. എറണാകുളം വല്ലാർപാടത്തെ ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തി ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധി കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ചരിത്ര പ്രഖ്യാപനം നടത്തി. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തിയത്. Priests and lay faithful of India, I humbly petition His Holiness Leo XIV to deign to enroll among the blessed the venerable servant of God Elisha of the Blessed Virgin Mary. കർദിനാൾ ഡോക്ടർ ഒസ്വാൾഡ് ഗ്രേഷ്യസ് എലീഷയുടെ തിരുസ്വരൂപം അനാവരണം ചെയ്തു. എലീഷ്വയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ നേട്ടമാണ്. 2 ഘട്ടങ്ങളായ ധന്യ, വാഴ്ത്തപ്പെട്ടവൾ എന്നീ പദവികൾ മദർ എലീഷ്വയ്ക്ക് നൽകിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 2008 മാർച്ച് 6 ദൈവദാസിയായി പ്രഖ്യാപിച്ചു. അതിനുശേഷം 2023 നവംബർ 8 ധന്യയായി പ്രഖ്യാപിച്ചു. അനാഥരും അശരണരുമായ പെൺകുട്ടികളെ സ്വീകരിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളും കോർത്തിണക്കി ജീവിക്കുകയും ചെയ്തവളാകയാൽ ഇനി മുതൽ വാഴ്ത്തപ്പെട്ടവൾ എന്ന് വിളിക്കപ്പെടുമെന്നും എല്ലാ വർഷവും തിരുനാൾ ആഘോഷിക്കാമെന്നും നിശ്ചയിച്ച് പ്രഖ്യാപിക്കുന്നു. വൈപ്പിനിൽ ജനിച്ചു വളർന്ന മദർ എലീഷ്വയുടെ തിരുസ്വരൂപം വല്ലാർപാടം ബസിലിക്കയിൽ പൊതുവണക്കമായി പ്രതിഷ്ഠിക്കും. വത്തിക്കാന്റെ ഇന്ത്യയിലെ അപ്പോസ്തലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജിറല്ലി, ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, TJ വിനോദ് MLA അടക്കമുള്ളവരും പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കാളികളായി. ന്യൂസ് മലയാളം, കൊച്ചി.